ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ട്രിവാൻഡ്രം ഫിഷ് കറി ഉണ്ടാക്കാം. ഞാൻ അയല മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ജാറിലേക്ക് 2 കപ്പ് തേങ്ങ ഇടാം, ചിരകിയ തേങ്ങ. പിന്നെ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വാളംപുളിയാണ്, കുടംപുളി അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം കൊല്ലം സൈഡൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ വാളംപുളി തന്നെയാണ്. അപ്പോൾ ഒരു 5 മുതൽ 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 6-7 എടുക്കാം നിങ്ങൾക്ക്. പിന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിന് ഞാനൊരു പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി പൊടിയായിട്ട് നമുക്ക് വേണ്ടത്, നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതും പൊടിയും കൂടി ഇട്ട് നമ്മൾ അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇടാം. ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിടേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി അല്ല എടുത്തിരിക്കുന്നത്, എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം ഞാനൊരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കിത് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാനിതിൽ 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട് എരിവിനായിട്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ നമ്മൾ ഇനി അഡീഷണലായിട്ട് ചേർക്കാൻ പോകുന്ന ഉലുവയാണ്. ഉലുവ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ച ഉലുവ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ വറുത്ത ഉലുവ മുഴുവനായിട്ട് തന്നെ ചേർക്കുവാണ്. ഒരു ടീസ്പൂണോളം, ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് ആ അരപ്പിന് നമുക്ക് നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ കൺസിസ്റ്റൻസി, നമ്മുടെ എത്ര മീനാണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ആ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് ആദ്യമേ ഒഴിക്കാം. ഇത് നമ്മളിപ്പോൾ ഗ്യാസിലൊന്നും വെച്ചിട്ടില്ല നമ്മൾ ചട്ടി. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/2 മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, 2ആയിട്ട് കീറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പുളിക്ക്. അപ്പോൾ മാങ്ങയും ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ഇട്ട മീൻ കറിയാണിത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എരിവ്, ഓൾറെഡി അതിൽ കുറച്ച് എരിവ് കാണും, കാര്യം ഞാൻ കാശ്മീരി മുളക് പൊടി അല്ല യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ അടുപ്പിൽ വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പുമിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടാണ് നമ്മൾ ഗ്യാസിലോട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വെച്ചതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മീനിടേണ്ടത്. നന്നായിട്ട് തിള വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മീനിടാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 3/4 കിലോയോളം, ഇവിടെ ഞാൻ ദുബായിലായതുകൊണ്ട് ഇവിടെ കിലോ ആയിട്ടാണ് നമ്മൾ ഫിഷ് മേടിക്കുന്നത്. അപ്പോൾ ഒരു വലിയ 3/4 കിലോയോളം ഉണ്ടായിരുന്നു. അയല മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തിള വരുമ്പോൾ തന്നെ നമ്മൾ ഈ മീൻ, കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. അയലയൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് തിളപ്പിച്ച് നമ്മുടെ കൺസിസ്റ്റൻസിയിൽ അരപ്പെത്തുന്ന വരെ നമ്മൾ അത് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അത് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ 2-3 തവണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെടുത്ത് ക്ലോസ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അരപ്പ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി കൂടെ ഒന്ന് വറ്റണമെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വെക്കുവാണ്. അപ്പോൾ നമ്മുടെ മീൻ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്കിപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി, അപ്പോൾ ഞാൻ ഇച്ചിരി അഡീഷണൽ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. അപ്പോൾ നല്ല കുറുകിയ മീൻ കറി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മീൻ കറി ഓൾമോസ്റ്റ് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കൺസിസ്റ്റൻസി എത്തുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. നമ്മൾ ആദ്യമേ നമ്മുടെ എത്ര തേങ്ങ അരയ്ക്കുന്നോ അതിനനുസരിച്ച് നമുക്കറിയാമല്ലോ മീൻ കറി കുറുകിയിരിക്കുന്നു. അപ്പോൾ ഫിഷ് കറി ഓൾമോസ്റ്റ് റെഡിയാണ്.
ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ്. ഈ തിളച്ച് കുറുക്കിയതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, നല്ല ഫ്രഷ് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ ഫേവറേറ്റാണ്, ബിക്കോസ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വാളംപുളിയിൽ മീൻകറി വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച്.